നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കുന്ന ഒരു കാര്യമാണ് ലേണിംഗ് അഥവാ പഠനം. ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ IAS-നോ IPS-നോ പഠിക്കുന്നവർ മാത്രമല്ല, അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ സയന്റിസ്റ്റ് ആവാനോ പഠിക്കുന്നവർ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളാണ്. ജീവിതം എന്ന പാഠപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാഡമിക്കലായാലും ലൈഫായാലും നമ്മൾ അത് പഠിച്ച് മനസ്സിലാക്കി സംഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഈ ഒരു പ്രതിഭാസം, ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കൂടുതലായി ഈ വീഡിയോയിലൂടെ ഇറങ്ങിച്ചെല്ലാം. എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കാണാപ്പാഠം പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ എങ്ങനെ വളർന്നു വലുതായി ആ ഒരു ബ്രെയിനിന്റെ പ്രതിഭാസത്തിലൂടെ നമ്മൾ എങ്ങനെ വലിയ ഒരു ലേണേഴ്സ് ആയി നമ്മുടെ ജീവിതത്തിൽ മാറി എന്നുള്ള ആ ഒരു കാര്യത്തെയാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ചെറിയ കുട്ടിയെ എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടി പഠിക്കുന്നത്, എങ്ങനെയാണ് കെയർടേക്കർ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ് ഒക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. A for apple, B for bat, C for cat, D for donkey, അങ്ങനെ ഓരോ വാക്കുകളും A to Z അവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്? ജസ്റ്റ് ABCD to Z അവരെ പഠിപ്പിക്കുമ്പോൾ അവിടെ അവർക്ക് സംഭവിക്കുന്നത് ഒരു റോട്ട് ലേണിംഗ് ആണ്. എന്താണ് ഈ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്? അത് ഇവിടെ അവരെ ബൈഹാർട്ട് ആക്കാനായിട്ട് കുട്ടികളെ അവർ പ്രാപ്തരാക്കുകയാണ്. എന്താണ് ഈ ബൈഹാർട്ടിങ്? ബൈഹാർട്ടിങ് നടക്കുന്നത് റിപ്പീറ്റേഷൻ ഓഫ് ദ സ്റ്റിമുലസിലൂടെയാണ്. അതായത് ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് പഠിക്കുന്ന വസ്തുതകളാണ്, ABCD എന്നുള്ള വസ്തുതകൾ. ഈ ABCD എന്നുള്ള വാക്കുകളല്ല, ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സ് എങ്ങനെയാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്? അത് അവർ റിപ്പീറ്റ് ചെയ്താണ് അവർ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വളർന്നു വലുതായ നമ്മളിലെ ആ കുട്ടി, ആ ചെറിയ കുട്ടി നമ്മൾ തന്നെയാണ്. ഈ വളർന്നു വലുതായ നമ്മൾ അത് സുഗമമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു റോട്ട് ലേണിംഗിന്റെ ഭാഗമാണ്. നമ്മളത് മനപ്പാഠം പഠിച്ചതിന്റെ ഭാഗമാണ്. അവിടെ നടന്നത് ഒരു ഹാബിച്വേഷൻ ആണ്. നമ്മൾ തുടർച്ചയായി ഒരു കാര്യം പറയുന്നതിലൂടെ അതിൽ വലിയ ലോജിക്കൽ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ മൈൻഡ് അതിനെ ബൈഹാർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് ബൈഹാർട്ട് ചെയ്യുന്നത്? ത്രൂ ന്യൂറൽ പാത്വേസ്. അവർ ബ്രെയിൻ ഈസ് ക്രിയേറ്റിംഗ് മോർ ന്യൂറൽ പാത്വേസ് ആർ ബിക്കമിങ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. അങ്ങനെ സ്ട്രോങ്ങർ ആയിട്ട് അത് നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു ചെല്ലുകയും ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ഈ ഒരു വസ്തുത ലോങ് ടൈം മെമ്മറിയിലേക്ക് പോവുകയും പിന്നീട് ഒരിക്കലും അത് മറക്കാനാവാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നെത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തു നോക്കാം, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ചില പദ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർത്തിരിക്കുന്നില്ല. ചില പദ്യങ്ങൾ നമ്മൾ അത് കാണാപ്പാഠം പഠിച്ചിട്ട് പിറ്റേ ദിവസം ടീച്ചറോട് പോയിട്ട് അത് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്. പക്ഷെ പിന്നീട് 1-2 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം നമ്മളത് മറന്നു പോകുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ലോങ് ടൈം പൊട്ടൻഷിയേഷൻ സംഭവിച്ചില്ല. നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് അതൊരു ലോങ് ടൈം മെമ്മറിയിലേക്ക് വസ്തുത പോയില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നമ്മൾ ആ ഒരു വസ്തുത നമ്മളവിടെ മറന്നുപോയി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളത് റിപ്പീറ്റഡ്ലി അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹാബിച്വേഷൻ എന്നൊരു പ്രോസസ്സ് ഇവിടെ നടന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചില പദ്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. വളരെ റയർ ആയിട്ട് 1-2 പദ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ലോങ് ടൈം പൊട്ടൻഷിയേഷൻ, ഒരു ഹാബിച്വേഷൻ പ്രോസസ് നന്നായിട്ട് ലോങ് ടൈമിൽ നിന്നും ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് നടന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതാണ് നമ്മുടെ ബ്രെയിൻ ഇവിടെ ചെയ്യുന്നത്. ഇതുവഴി നമ്മൾ ഈ ഒരു ഇൻഫർമേഷനെ വളരെ നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ, ഈ ചെറിയ കുട്ടി വളർന്നു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മീനിങ് ഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ നടക്കുന്ന അസോസിയേറ്റീവ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു കണക്റ്റഡ് ലേണിംഗ് എന്ന് പറയാം. കാര്യങ്ങളെ മറ്റു വസ്തുതകളുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ കുട്ടിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം, കുഞ്ഞുകുട്ടിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ കിൻഡർ ഗാർഡൻ ടീച്ചർ കുട്ടിയെ പഠിപ്പിച്ചു വരുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് A for apple, B for bat, C for cat, D for donkey. അപ്പൊ ഓരോ വാക്കുകളെയും ഓരോ വിഷ്വൽസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ടേസ്റ്റ് ആയിട്ട് ടീച്ചർ അവിടെ കണക്ട് ചെയ്യുകയാണ്. അപ്പൊ A for apple എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടേസ്റ്റ് ആയിട്ട് കുട്ടി അതിനെ ആപ്പിൾ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ അത് കൂടുതൽ B for bat എന്ന് പറയുന്നത് കുട്ടി കളിക്കുന്ന വസ്തുവാണ്, ബാറ്റ്. അപ്പൊ ബാറ്റ് ആയിട്ട് അവിടെ കൂടുതലായിട്ട് അങ്ങനെ ഓരോന്നിനോടും കുട്ടി കൂടുതലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുട്ടിയെ ടീച്ചർ പഠിപ്പിക്കുകയാണ്.
അതാണ് ബിഗിനിങ് ഓഫ് ദ അസോസിയേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് ലേണിംഗ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ കണക്റ്റഡ് ലേണിംഗ് കൂടുതലായിട്ട് നമ്മളിൽ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു മഴ എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. മഴ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു വെള്ളം നീരാവിയായി പോയി അത് കാർമേഘമായി പെയ്യുന്ന ആ ഒരു സയന്റിഫിക് പ്രോസസ് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് അസോസിയേറ്റീവ് ലേണിംഗിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പല കാര്യങ്ങളും അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ടേണിംഗ് ദ പേജസ് ഓഫ് ഹിസ്റ്ററി, നമ്മൾ ഹിസ്റ്ററിയുടെ ചരിത്രത്തിന്റെ പേജുകൾ മറച്ചു നോക്കുകയാണെങ്കിൽ മരിച്ചുപോയ ചില വ്യക്തികളെ നമ്മൾ ഭയങ്കരമായിട്ട്, ഒത്തിരി വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എല്ലാ വ്യക്തികളെയും തന്നെ ഓർത്തിരിക്കുന്നില്ല. പക്ഷെ ചില വ്യക്തികളെ നമ്മൾ നന്നായി ഓർത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത്? ഇപ്പൊ ഞാൻ ഗാന്ധിജി അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ലോകം ഇവർ രണ്ടുപേരെയും ഓർത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിജിയെ ഓർത്തിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോൺ വയലൻസും, ഹിറ്റ്ലറിനെ ഓർത്തിരിക്കാനുള്ള കാരണം അദ്ദേഹം ചെയ്ത ക്രൂരതയുമാണ്. അപ്പൊ ഇവിടെ രണ്ടും കാരണവും എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കലാണ്. ഈ റീസൺസ് എന്ന് പറയുന്നത് ഇവിടെ ഇമോഷണൽ ആൻഡ് സൈക്കോ, അവരുണ്ടാക്കിയ ഗാന്ധിജി ആയാലും ഹിറ്റ്ലർ ആയാലും അവർ ലോകത്തുണ്ടാക്കിയ ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് കാരണമാണ് ലോകം അവരെ ഓർത്തിരിക്കുന്നത്. ഒരു കളക്റ്റീവ് മെമ്മറി ആയിട്ട് ലോകം ഇവരെ ഓർത്തിരിക്കുകയാണ്. ഇപ്പൊ ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ആ ഒരു ക്രൂരതയുടെ ഇന്റൻസിറ്റി അത് ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പെട്ടെന്ന് ഓർക്കുന്നത്. അല്ലെങ്കിൽ ഗാന്ധിജി, അദ്ദേഹം നോൺ വയലൻസ് വഴി ലോകത്തുണ്ടാക്കിയ ആ ഒരു വലിയൊരു ഇമ്പാക്ട് അത് ഇന്നും ലോകം ഓർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് ചരിത്രത്തിലെ ചില വ്യക്തികളെ, ചില മഹാത്മാക്കളായിട്ടും ചില വ്യക്തികൾ നോട്ടോറിയസ് ആയിട്ടും ഒക്കെ നമ്മൾ ഓർത്തിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ഇനി നമ്മുടെ ലൈഫിലെ ഇൻസിഡൻസിലേക്ക് വരാം. നമ്മുടെ ചില ലൈഫിലെ ഇൻസിഡൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കിയ കാര്യവും നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യവും നമ്മൾ പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കും. ഇതും നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ നമുക്കൊരു സൈക്കിൾ സമ്മാനമായിട്ട് തന്നത് വളരെയധികം സന്തോഷം ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് എന്നെന്നും ഓർത്ത് ഇരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു ഉറ്റ സുഹൃത്ത്, അവൻ നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് നമ്മുടെ കളിപ്പേര് വിളിച്ച് അപമാനിച്ച കാര്യം അത് നമ്മൾ ഇപ്പോഴും ഓർത്തുകൊണ്ട്, അത് നമുക്കൊരു വളരെ ഒരു സോറോഫുൾ ഇവന്റ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സന്തോഷം, അച്ഛൻ സൈക്കിൾ തന്നതും അതോടൊപ്പം നമ്മുടെ ഉറ്റ സുഹൃത്തിന്റെ സമീപനവും, ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയ ആ ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ലേണിംഗ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ വളർന്നു വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് അതായത് ചെറിയ കുട്ടി എപ്പോഴും കാര്യങ്ങൾ കാണാപ്പാഠം പഠിപ്പിക്കാനാണ് ചെറിയ കുട്ടികളെ ടീച്ചർമാർ ശ്രമിക്കുന്നത്. പക്ഷെ പിന്നീട് അത് വളർന്നു വരുമ്പോൾ ഒരു അസോസിയേറ്റീവ് അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് ലേണിംഗിലേക്ക് കുട്ടികൾ വളർന്നു വരികയും കാര്യങ്ങളെ കണക്ട് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നു. ഇത് എല്ലാം ഒരു ന്യൂറൽ പാത്വേയുടെ സ്ട്രെങ്തണിങ് വഴിയായിട്ടാണ് ഇവിടെ റോട്ട് ലേണിംഗും മീനിങ് ഫുൾ ലേണിംഗും ഒക്കെ സംഭവിക്കുന്നത്. ഈ മീനിങ് ഫുൾ ലേണിംഗ് വഴി നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ ശക്തമായിട്ട് ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ സംഭവിക്കുന്ന ഒരു ഡീപ്പ് ലേണിംഗ് ആണ്. റോട്ട് ലേണിംഗ് വേഴ്സസ് ഡീപ്പ് ലേണിംഗ്. ഇവിടെ ഒരു ഡീപ്പ് ലേണിംഗ് സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇമോഷണൽ ഇമ്പാക്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. കാരണം അത് നമ്മളിൽ ഒരു ഡീപ്പ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിനാൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്യാം. നമ്മുടെ അക്കാദമിക്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളായാലും ഇത് ഉണ്ടാക്കുന്ന ന്യൂറൽ പാത്വേ സർക്കുലേഷൻസും ന്യൂറൽ സ്ട്രെങ്തനിങ്ങും വഴിയായിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അവെയറായി നമ്മുടെ ലൈഫിനെയും നമ്മുടെ ലേണിങ്ങിനെയും കൂടുതൽ ഇന്റൻസ് ആക്കുവാനും അതോടൊപ്പം തന്നെ ആ ലേണിങ്ങിനെ വളരെ അധികം ഒരു ഫൺ ആക്കി മാറ്റി അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ സയൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.